ആദായനികുതി വകുപ്പ് പാൻ 2.0 പ്രൊജക്ടിനെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും പരിഹരിക്കാനുള്ള മാർഗനിർദ്ദേശം പുറത്തിറക്കി. പെർമനന്റ് അക്കൗണ്ട് നമ്പർ കാർഡിന്റെ അതായത് പാനിന്റെ മെച്ചപ്പെടുത്തിയ പതിപ്പിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ ഇങ്ങനെയാണ്. പാൻ 2.0 സ്കീം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതോടെ ഒന്നിലധികം പാൻ കാർഡുള്ളവരെ വേഗത്തിൽ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് പാൻ കാർഡുകൾ ഒഴിവാക്കണമെന്നും പാൻ 2.0 ഉപയോഗിച്ച് ഡ്യൂപ്ലിക്കേറ്റ് കാർഡുകൾ ട്രാക്ക് ചെയ്യാനും ഇല്ലാതാക്കാനും എളുപ്പം സാധിക്കുമെന്നും സർക്കാർ പറഞ്ഞു. അതിനാൽ ഡ്യൂപ്ലിക്കേറ്റ് പാൻ എത്രയും വേഗം ബന്ധപ്പെട്ട അധികാരികളെ ഏൽപ്പിക്കുക. അല്ലാത്തപക്ഷം ഡ്യൂപ്ലിക്കേറ്റ് പാൻ ഉണ്ടെങ്കിൽ ആദായനികുതി നിയമത്തിലെ സെക്ഷൻ 272B പ്രകാരം ആദായനികുതി വകുപ്പിന് 10,000 രൂപ വരെ പിഴ ചുമത്താം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പറയുന്നത് 1961 ആദായനികുതി നിയമത്തിലെ വ്യവസ്ഥകളനുസരിച്ച് ഒരു വ്യക്തിക്കും ഒന്നിൽ കൂടുതൽ പാൻ കൈവശം വയ്ക്കാൻ കഴിയില്ല. ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ പാൻ നമ്പർ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അസൈസിംഗ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്താനും അധിക പാൻ കാർഡ് സറണ്ടർ ചെയ്യാനും ബാധ്യസ്ഥനാണ്. ഇങ്ങനെ അധിക പാൻ കാർഡ് സറണ്ടർ ചെയ്യാത്തവർക്ക് പിഴ അനുവദിക്കുകയും ചെയ്യും. നിലവിൽ ഉപയോഗത്തിലുള്ള നിങ്ങളുടെ പാൻ എത്രയും പെട്ടെന്ന് തന്നെ റദ്ദാക്കാനാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്.